ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻറ്റ് ഹാവ് ലോങ് ബീൻസ് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ക്ലുവയും വാനും കൂടെ ആയിട്ട് ഒരു റൈഡിലിരിക്കുന്നതാണ്. ആ സമയം ക്ലുവ വാനിൻ്റെ കൈ പിടിച്ചിട്ട്, വാൻ, എനിക്ക് ഇതിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ഈ സമയം ഓബിനെ കാണിക്കുമ്പോൾ ഓബ് ഇവർ രണ്ടുപേരും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കുറേ നോക്കുന്നുണ്ട്, എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. കുറേ റൈഡുകളിൽ നോക്കുന്നുണ്ട്, എന്നിട്ടും കാണുന്നില്ല. അങ്ങനെ എവിടെ നോക്കുമെന്നിങ്ങനെ അറിഞ്ഞൂടാതെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഓബിൻ്റെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ ഓബാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരടുത്ത് ചെല്ലുന്നുണ്ട്. നോക്കിയപ്പോൾ ഓബ് കണ്ടത് ക്ലുവയാണെങ്കിൽ വാനിനെ കിസ് ചെയ്യാനായിട്ട് ചെല്ലുന്നതാണ്. അങ്ങനെ ഓബ് കണ്ട് ഷോക്കാവുന്നുണ്ട്. എന്നാൽ ഓബ് പെട്ടെന്ന് തന്നെ ക്ലുവേനെ വിളിച്ചിട്ട് കിസ് ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണ്. ആ സമയം ക്ലുവയാണെങ്കിൽ ഓബിനിങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. ഓബ് അവിടെ വന്നതിൽ അവന് ചെറിയ ദേഷ്യവും തോന്നുന്നുണ്ട്. നോക്കിയപ്പോൾ ഇവിടെ വാൻ അവിടെ ബോധമില്ലാതെ കിടക്കാണ്. ആ സമയം പെട്ടെന്ന് ഇവനെന്താ ഇങ്ങനെ കിടക്കുന്നത്, ഇവനിത് എന്താ പറ്റിയെന്ന് ഓബ് ചോദിക്കുകയാണ്. ആ സമയം ക്ലുവ, അതൊന്നുമല്ല, കുറച്ചുമേ നമ്മൾ കറങ്ങി നടക്കുന്ന ടൈമിന് അവൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവൻ്റെ ബോധം പോയതാന്ന് പറയാണ്. ആ സമയം ഇതൊന്ന് ടോബാണെങ്കിൽ, നീ കാറിലല്ലേ വന്നത്, ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ വാനിനെ തിരിച്ചു കൊണ്ടുപോകാം, നീ എന്നിട്ട് കാർ എടുത്ത് അങ്ങ് വന്നാൽ മതി എന്ന് പറയാണ്. എങ്ങനെയും ക്ലുവേനെ വാനിന് രണ്ട് വഴിക്കാക്കാനുള്ള ശ്രമത്തിലാണ് ഇവൻ. അങ്ങനെ ക്ലുവയ്ക്ക് മറുപടി കൊടുക്കാനൊന്നും ഒരു അവസരവും കൊടുക്കാതെ അവനെയും പിടിച്ച് മാറ്റിയിട്ട് വാനിനെയും എടുത്തുകൊണ്ട് ഇവൻ അങ്ങ് കൊണ്ടുപോവാണ്. അങ്ങനെ കുറേ ദൂരം വാനിനെ ഇങ്ങനെ തോളിൽ കൊണ്ട് നടന്നതിന് ശേഷം ഇവനാണെങ്കിൽ വാനിൻ്റെ അടുത്ത്, എടാ മതി ഉറങ്ങുന്ന പോലെ അഭിനയിച്ചത്, നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോക്ക്, എനിക്കാണെങ്കിൽ നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്, എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വാൻ അനങ്ങുന്നില്ല. എന്നാൽ വാനാണെങ്കിൽ അഭിനയിച്ച് കിടക്കാമെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് തന്നെ ഇവ അങ്ങ് പിടിവിട്ട് കൊടുക്കുകയാണ്. ആ സമയം വാൻ വീഴാൻ പോകുന്നുണ്ട്. എന്നാൽ അവൻ വീഴാതെ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ എന്തിനാണ് വിട്ടു കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഓബ് എന്തിനാ കുടിച്ചിട്ടുള്ള പോലെ അഭിനയിച്ചെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞാൻ കുടിച്ചിട്ടുള്ള പോലെ അഭിനയിച്ചതല്ല, ശരിക്കും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഓക്കെയാന്ന് പറയാണ്. ആ സമയം ഓബാണെങ്കിൽ, ഓ അത് ശരി, ഞാൻ വിശ്വസിച്ചു. അല്ല, നീയും ക്ലുവയും കൂടെ അവിടെ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? ക്ലുവയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അവനത് പ്രപ്പോസ് ചെയ്തപ്പോൾ നീ എന്താ മറുപടി കൊടുത്തതെന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ അത് താൻ അറിയുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓബാണെങ്കിൽ എനിക്കറിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം വാന് എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പോവാണ്. ആ സമയം ഓബാനെ തടങ്ങിയിട്ട് ഏയ് അങ്ങോട്ടൊന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വാനാണെങ്കിൽ താല്പര്യമില്ലെങ്കിലും ആ ഓക്കെ വേണേ പറയാമെന്ന് പറയുന്ന ഇപ്പുണ്ട്. ആ സമയം ഓബാണെങ്കിൽ കാവ കൊണ്ടുവന്ന പുതിയ മെനു ആണെങ്കിൽ നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമാണോ നീ ഈ കാണിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും വാനാണെങ്കിൽ ഇത് കേട്ടിട്ട്, ഓ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനായിട്ട് പെർമിഷനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഉറപ്പായിട്ടും പെർമിഷൻ ഉണ്ട്, നീ സംസാരിക്കാനായിട്ട് പറഞ്ഞപ്പോൾ വാനാണെങ്കിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാവനെ ഒഴിവാക്കാൻ പോകുന്ന പോലെയാണ് നിൽക്കുന്നത്, എന്നാൽ അവളോട്ട് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വീണ്ടും പഴയതിൽ തന്നെ അറ്റാച്ച് ആവുന്നു. എനിക്കറിയാം കാവോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് ആഴത്തിൽ പതുങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്, മറക്കാൻ ടൈം എടുക്കുമെന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിനെ എത്ര ശ്രമിച്ചാലും മറക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പിന്നെ ഇവിടെ എന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ഓമാണെങ്കിൽ വാനിൻ്റെ അടുത്ത്, വാൻ, എനിക്ക് നീ എൻ്റെ കൂടെ വേണമെന്നാണ് ആഗ്രഹം, നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ അതൊരു പ്രപ്പോസലിൻ്റെ ഫീലൊക്കെ തോന്നുന്ന സംഭവം തന്നെ. വാനും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ടാകുമെന്ന് ഇങ്ങനെ പറയാം. പിന്നീട് കൈ പിടിച്ചിട്ട് അവർ കിസ് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവർ രണ്ടുപേരും നേരത്തെ അങ്ങ് റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു വരുന്നതാണ്. വന്നതിന് ശേഷം ഓബാണെങ്കിൽ ആ വാനിനെയും കൊണ്ട് കിച്ചണിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് അവനെ കഴിക്കാനായിട്ട് കപ്പ് നൂഡിൽസ് റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് വാനിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഓബ് ഇതുവരെയായിട്ട് ക്ലുവ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ അതിനെന്ത് മറുപടിയാണ് കൊടുത്തത് എന്ന് എന്നോട് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ സ്പീഡിലാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ മൈൻഡ് ആക്കാതെ അതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഓബാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന നൂഡിൽസ് പിടിച്ച് മാറ്റി വെച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. ആ സമയം കള്ളം പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ സത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ക്ലുവയാണെങ്കിൽ വാനിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ആ സമയം നമ്മൾ നമ്മുടെ വാനിൻ്റെ കാര്യം കത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവനാണെങ്കിൽ കൈ ഇങ്ങനെ മാറ്റിയിട്ട് എൻ്റെ കൈ വേർതിരിക്കുക, അതുകൊണ്ട് കൈ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാതെ തിരിഞ്ഞിരിക്കുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഈ പറയുന്ന കേട്ടിട്ട് ക്ലുവ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ ശേഷം വാനിൻ്റെ അടുത്ത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് തന്നെ വാൻ അയ്യോ കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ല തലവേദന എടുക്കുന്നു, എൻ്റെ ബോധം ഇപ്പോൾ പോകുമെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അവൻ ബോധമില്ലാത്ത പോലെ അവിടെ അങ്ങ് കിടക്കാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഓബാണെങ്കിൽ നീ ശരിക്കും അങ്ങനെ പോയി കിടന്നെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ പിന്നല്ലാണ്ട് ഇവൻ പ്രപ്പോസ് ചെയ്യാൻ പോവല്ലേ, എനിക്കാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്കാണെങ്കിൽ റൈഡിൽ നിന്ന് ഇറങ്ങി ഓടാനും പറ്റത്തില്ല, ആ സിറ്റുവേഷനിൽ പെട്ടിരിക്കുമായിരുന്നല്ലോ, പിന്നെ അവൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഞാൻ റിജക്റ്റ് ചെയ്യുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാണ്.
എന്നിട്ട് വേനാണെങ്കിൽ ക്ലുവയ്ക്ക് വിഷമമായിട്ടുണ്ടാവോ, നിങ്ങൾക്കല്ലാണ് നന്നായിട്ട് അറിയാമെന്നുള്ളത്, അവന് വിഷമമായിട്ടുണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ക്ലുവേനെ കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ ബെഡിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയം വീണ്ടും ഓബിനെയും വാനിനെയും കാണിക്കുമ്പോൾ ഓബ് അവന് വിഷമാവാൻ ചാൻസ് ഇല്ല, അവൻ സ്ട്രോങ് ആയിട്ടുള്ള പയ്യനാണ്, അവൻ അതിൽ കൂടെ കടന്നു പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം വീണ്ടും ക്ലുവേനെ കാണിക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്, അവനെന്തോ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോൺ സ്റ്റോപ്പായിട്ട്. ആ സമയം വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ക്ലുവ പ്രപ്പോസ് ചെയ്യാൻ പോയ ടൈമിന് വാനാണെങ്കിൽ അയ്യോ ഞാൻ കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കിടന്നല്ലോ. ക്ലുവയ്ക്ക് അപ്പം തന്നെ അവൻ അഭിനയിക്കുന്നതാണെന്നും അവൻ ഒഴിവാക്കുന്നതാണെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് ക്ലുവ പിന്നെയും കിടന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഓബിനെ വാനിനെയും കാണിക്കുമ്പോൾ വാനാണെങ്കിൽ എങ്കിൽ ശരി ഞാൻ ഉറങ്ങാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓബ് അതിന് ഞാൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ എന്താ എന്നെ സമ്മതിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് തിരിച്ച്. ആ സമയം ഓബ് അതൊക്കെ നിൻ്റെ ഇഷ്ടം, എന്താ ചെയ്യേണ്ടത് നീ പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ എന്ത് വേണോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കോബിൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ അഴിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഇൻറ്റിമേറ്റ് ആവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ വാൻ ഇപ്പോഴും ഓബിൻ്റെ റൂമിൽ തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓബിൻ്റെ അടുത്ത് നിന്നിട്ട് അവനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഓബ് ഇന്ന് റെസ്റ്റോറൻറ്റിൽ വർക്കില്ലല്ലോ, നീ പോയി കിടന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും ദിവസം വർക്ക് ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ പാതിരാവിലെ എന്നെ എഴുന്നേൽപ്പിച്ചില്ലേ, അതുകൊണ്ട് എനിക്കത് ശീലമായി, ഇപ്പോൾ ഈ സമയത്ത് ഉറക്കമൊന്നും വരത്തില്ല, നേരത്തെ എഴുന്നേറ്റ് ശീലമായിട്ട് ഓക്കെ ആണെന്ന് പറയാണ്. എന്നിട്ട് ഓവാണെങ്കിൽ എങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നില്ലേ എന്നൊക്കെ പറ്റി ചോദിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓബ് അത് വേണ്ടാന്ന് പറയാണ്. ആ സമയം വാൻ എന്താ എൻ്റെ കുക്കിങ്ങിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓബ് വിശ്വാസമുണ്ട്, നീ എന്തുണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കുമെന്ന് പറയാണ്. ആ സമയം വാൻ ശരിക്കും കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഓബ് ഇല്ല വെറുതെ പറഞ്ഞതാ, അങ്ങനെയൊന്നും ഞാൻ തിന്നത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം വാനിങ്ങനെ പിണങ്ങിയുന്നതും ഓബ് അതുകൊണ്ടൊന്നുമല്ല, ഇന്ന് ഞാൻ കാവയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് പോവാം, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, അതല്ല വേറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് വാൻ അപ്പോൾ നിങ്ങൾ കാവുവിനെ കണ്ടിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ പോവാടെന്ന് ചോദിച്ചപ്പോൾ ഓബ് ഞാൻ അവളോട് സംസാരിക്കാൻ പോവാം, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇനി നിന്നെ മതി, നീ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചില്ലേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, കാവയുടെ അടുത്തെല്ലാം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഓബ് കാവനെ മീറ്റിനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നതാണ്. ആ സമയം അവളുടെ അച്ഛനെ കണ്ടിട്ട് കാവയുടെ അടുത്ത് അവൾക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുത്ത ശേഷം നമുക്ക് ഒരിടത്ത് മാറി ഇത് കഴിക്കാം, എനിക്ക് എന്നോട് സംസാരിക്കാൻ കൂടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ ഒരു ബെഞ്ചിൻ്റെ അവിടെ ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം കാവയ്ക്ക് ഓൾറെഡി തന്നെ ഇവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ കാവോ ദേഷ്യത്തിൽ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഓവ് തടങ്ങിയിട്ട് കാവയുടെ അടുത്ത് നോക്ക്, നീ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിന്നെ ഞാൻ ഇനി ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല എന്നല്ല, സപ്പോർട്ട് ചെയ്യും, പക്ഷേ ലവറായിട്ടല്ല ബ്രദറായിട്ടായിരിക്കും, അത് നീ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ കേട്ടോണ്ട് തന്നെ കാവ് കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്നെ വേണ്ടില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഓബാണെങ്കിൽ മുമ്പ് എനിക്ക് കറക്റ്റായിട്ട് തീരുമാനിക്കാൻ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു, എന്നാൽ ഞാനിപ്പോൾ കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാണ്. ആ സമയം കാവോ മുമ്പ് നമ്മൾ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് നീ എൻ്റെ അടുത്ത് നീ പോകണ്ട ഇവിടെ തന്നെ നിൽക്കുന്നൊരു വാക്ക് പറഞ്ഞിരുന്നേ, ഞാനാണെങ്കിൽ നിന്നെ ഇട്ടിട്ട് പോകത്തില്ലായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഓബാണെങ്കിൽ ഞാനാണെങ്കിൽ ആക്ച്വലി നിന്നെ സ്നേഹിച്ചിരുന്നത് നിന്നെ ഞാൻ പണ്ടേ ഒരു ഫാമിലി പോലെ കണ്ടതുകൊണ്ടാണ്, എന്നാൽ പ്ലവാൻ്റെ അടുത്ത് എനിക്കുള്ള സ്നേഹം വേറെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ അപ്പോൾ ഞാനുമായിട്ട് ബ്രേക്കപ്പായിട്ട് പ്ലവാനുമായിട്ട് ചേരാനായിട്ട് പോകാനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓബാണെങ്കിൽ എനിക്ക് അവനെ ശരിക്കും ഇഷ്ടമാണ്, നിൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ലവ് ആണെന്നാണ് കരുതിയത്, പക്ഷെ അല്ല, അതെനിക്ക് സിസ്റ്ററിനോടൊരു കെയറിങ് പോലത്തെ ആയിരുന്നു, അത് പ്ലവാനോട് ഫീലിങ്സ് തോന്നി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നിൻ്റെ അടുത്ത് തോന്നിയതും അവൻ്റെ അടുത്ത് തോന്നിയതും ഫീലിങ്സ് വേറെ വേറെയാണെന്ന്, അതുകൊണ്ട് തന്നെ നീ മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും നിൻ്റെ ഒരു ബ്രദറായിരിക്കും, നീ എൻ്റെ അനിയത്തി തന്നെ ആയിരിക്കും, നീ എന്നെ ബ്രദറായിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. ആ സമയം ഓവാണെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്ക്, ഞാനിത്ര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്, അതാകുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ടൈം ഇനി നഷ്ടമാവത്തില്ല, നീ എല്ലാം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ പോകാനായി തുടങ്ങുകയാണ്. ആ സമയം കാവാണെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞതിന് താങ്ക്സ്, അതാകുമ്പോൾ എനിക്കും ഇനി മൂവ് ഓൺ ആയിട്ട് പോകാമല്ലോ, താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബിനും കരയണമെന്നൊട്ട് സങ്കടമാവുന്നുണ്ട്, എന്നാൽ അവൻ കരയുന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കാതെ അവിടെ നടന്നു പോവാണ്. അതിനുശേഷം ജേജേനെയും മെത്താസിനെയും കാണിക്കുമ്പോൾ ജേജെ മെത്താസിൻ്റെ വീട്ടിൽ ഫിസിക്കൽ തെറാപ്പി ചെയ്യാനായിട്ട് വന്നേക്കാണ്. ആ സമയം ജേജെ ഇന്ന് നമുക്ക് കുറച്ച് സ്ക്വാട്ടൊക്കെ ചെയ്ത് നോക്കാം, അതാകുമ്പോൾ കാല് പെട്ടെന്ന് ശരിയാവുമെന്ന് പറഞ്ഞിട്ട് മെത്താസിൻ്റെ അടുത്ത് കാല് കുറച്ച് അകത്തി വെച്ചിട്ട് ചെറുതായിട്ടിരിക്കുകയും മൊത്തത്തിൽ ഇരിക്കരുതെന്ന് പറയാണ്. എന്നിട്ട് ജേജെ മെത്താസിനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മെത്താസ് 2-3 പ്രാവശ്യം ചെറുതായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സമയം മെത്താസ്
ജേജനെ ഭയങ്കര ലവോടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അത് ജേജയ്ക്ക് എന്തോ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് മെത്താസിൻ്റെ കാലുളുക്കാണ്. അങ്ങനെ ജേജ പെട്ടെന്ന് തന്നെ മെത്താസിനെ ബെഡിൽ കിടത്തിയിട്ട് ഫിസിക്കൽ തെറാപ്പി പോലെ ഇങ്ങനെ കാലൊക്കെ പിടിച്ചിട്ട് നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ഭയങ്കര ക്ലോസ് ആയിട്ട് അവർ വരാണ്. ഇതേ ടൈമിന് മെത്താസാണെങ്കിൽ ജേജനെ തന്നെ നോക്കിയിരുന്നിട്ട് ജേജനെ കിസ് ചെയ്യാനായിട്ട് അവൻ്റെ അടുത്തേക്ക് ചേരാണ്. അങ്ങനെ കിസ് ചെയ്യുന്നതായപ്പോൾ പെട്ടെന്ന് തന്നെ ജേജെ അവൻ്റെ മുഖം തിരിച്ചു കളയുന്നുണ്ട് കിസ് ചെയ്യാൻ സമ്മതിക്കാതെ. അതിനുശേഷം വീണ്ടും റെസ്റ്റോറൻറ്റിൽ കാണിക്കുമ്പോൾ അവരുടെ അടുത്ത സെക്കൻഡ് റൗണ്ട് തുടങ്ങുകയാണ്. ആ സമയം ഓബാണെങ്കിൽ ഇത് നിങ്ങളുടെ സെക്കൻഡ് റൗണ്ടാണ്, എല്ലാവരും നന്നായിട്ട് വേണം ചെയ്യാൻ, ഞാനിതിൽ കൂടുതലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതൊരു മെയിൻ ഹൈലൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള ടാസ്ക് ബേസിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന എന്തോ ഉണ്ടാക്കാമെന്നാണ്. സോ 3 പേരുടെ മനസ്സിൽ 3 ഐഡിയാസ് ആയിട്ട് തന്നെ 3 ഡിഷസ് കുക്ക് ചെയ്യാണ്. അങ്ങനെ എല്ലാ സ്പീഡിന് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ക്ലുവയാണെങ്കിൽ വാൻ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുമുണ്ട്. ക്ലുവയ്ക്ക് ഇപ്പോൾ നല്ല ദേഷ്യമുണ്ട് അവരുടെ അടുത്തൊക്കെ, അതവരുടെ മുഖത്തിൽ തന്നെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതിനുശേഷം ടൈം ഔട്ടായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഡിഷ് പ്രസൻറ്റ് ചെയ്യുകയാണ്. നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഡിസൈനൊക്കെ ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ക്ലൂവയാണ് ഡിഷ് പ്രസൻറ്റ് ചെയ്തത്. അത് ഇങ്ങനെ ലോട്ടസിൻ്റെ, അതായത് നമ്മുടെ താമരപ്പൂവിൻ്റെ ഏതളൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ ഹൈലൈറ്റും അതെങ്ങനെയാണ് എന്താ സംഭവം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് അവൻ ഇങ്ങനെ കഴിക്കാനായിട്ട് ഷെഫിന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് അവനാണെങ്കിൽ ഇട്ട് കുത്തുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മുടെ ഷെഫിനെ വാനിനെയൊക്കെ ഇൻഡയറക്റ്റായിട്ട്. അത് അവർക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്, എന്നാൽ അവർ റിയാക്ട് ചെയ്യുന്നില്ല. ഓബിൻ്റെ കൂടെയാണ് നുവങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നുവങ്ങും ഓബും കൂടെ കഴിച്ചു നോക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് അവർ മറുപടിയൊന്നും പറയുന്നില്ല, അടുത്ത ആളടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ സിബ്ബായിരുന്നു അത്. സിബ്ബാണെങ്കിൽ അവൻ്റെ ഫുഡും അങ്ങനെ പ്രസൻറ്റ് ചെയ്യാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഷെഫും ഓബും പിന്നെ നുവങ്ങും കൂടെ കഴിച്ചു നോക്കുകയാണ്. കഴിച്ചു നോക്കണേ തന്നെ അവർ രണ്ടുപേരും തുപ്പിക്കളയുന്നുണ്ട്. എന്നിട്ട് ഷെഫാണെങ്കിൽ എനിക്ക് തോന്നുന്നു നീ ക്രിയേറ്റിവിറ്റിയിലാണ് കൂടുതൽ ശ്രദ്ധിച്ചതെന്ന്. അവനാണെങ്കിൽ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ പേൾസ് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ മലയാളം എന്താ ഗൈസ്, അല്ലെങ്കിലും പറയുന്ന ടൈമിന് ഈ മലയാളം പേരുകളൊന്നും പെട്ടെന്ന് കത്തത്തില്ല, അതാണ് പ്രശ്നം. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സാധനത്തിൽ അതിൻ്റെ ഒരു മണ്ണും പൊടിയും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷെഫാണെങ്കിൽ അതൊന്നും കറക്റ്റ് പോയിട്ടില്ല, അവിടെ നീ ഒരു മിസ്റ്റേക്ക് വരുത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിബ് സോറി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഷെഫ് നേരെ വാനിൻ്റെ അടുത്തേക്ക് വരാണ്. ആ സമയം വാനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരാൻ പോവാണ്, ഹോക്കസ് പോക്കസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് 2 മാജിക്കൊക്കെ കാണിച്ചിട്ട് അവനാണെങ്കിൽ അവൻ്റെ അടച്ചു വെച്ചിരുന്ന ആ ഒരു ഫുഡ് ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ ഈ പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് ഈ സ്മോക്ക് പോലെയൊക്കെ വരുന്ന, നമ്മൾ ചിലയിടത്തൊക്കെ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റൊക്കെ കാണുന്ന ഒരു സംഭവമില്ല, അതുപോലെയൊക്കെ അവൻ ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതിങ്ങനെ എടുത്തു നോക്കിയപ്പോഴത്തേക്കും സ്റ്റീം ചെയ്ത ബണ്ണ്, ആ ഒരു സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലുവയും വാനും കൂടെ ആയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഇതേ സെയിം സാധനം വാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് എന്തോ ആണ് അവന് ഐഡിയ കിട്ടിയത്. അവനങ്ങനെ ആ സാധനം കാണിച്ചിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ ജസ്റ്റ് ഒരു ബണ്ണാണെന്ന് മാത്രമേ തോന്നത്തുള്ളൂ, പക്ഷേ ശരിക്കുള്ള മാജിക്ക് ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും മാജിക് വേൾഡിലേക്ക് പോകും, കഴിച്ചു വെക്കാനായിട്ട് പറയാണ്. അങ്ങനെ നുവങ്ങും ഓബും ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട്. ഓബാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വാനിൻ്റെ കുക്കിംഗ് സ്കില്ല് കണ്ട് ഇമ്പ്രസ് ആവുകയാണ്. അങ്ങനെ അവർ 2-3 പ്രാവശ്യമായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. നുവങ്ങും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഓബിനെ നോക്കിയിട്ട് സൂപ്പറാണെന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആ സമയം വാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ഓബ് കുഴപ്പമില്ലാന്ന് പറയാണ്. ആ സമയം നുവങ്ങ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് വെറും കുഴപ്പമില്ലാന്ന് മാത്രം പറയുന്ന കണ്ടിട്ട് നേരെ വാനാണെങ്കിൽ ഓബിൻ്റെ അടുത്ത്, അല്ല ഷെഫ് നിങ്ങൾ എന്താ കുഴപ്പമില്ലെന്ന് മാത്രം പറഞ്ഞ്, സാധാരണ കൊള്ളാമെന്നുള്ള ഡിഷാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ബൈറ്റല്ലേ കഴിക്കത്തുള്ളൂ, ഇതിപ്പോൾ എൻ്റെ ഡിഷ് 2-3 ബൈറ്റ് കഴിച്ചല്ലോ, അപ്പോൾ വെറും കുഴപ്പമില്ലാന്ന് മാത്രമല്ലല്ലോ അടിപൊളിയല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബാണെങ്കിൽ നന്നായിട്ടുണ്ട്, സൂപ്പറാണ്, ഇത്ര ഇമ്പ്രൂവ് ആവും നീ ഒട്ടും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കണ്ടിട്ട് ക്ലുവയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഓബാണെങ്കിൽ ഈ ഒരു റൗണ്ടിൽ നിന്ന് ആരാണ് ഈ ഒരു ഇതിൽ നിന്ന് ഔട്ടായി പോകുന്നതെന്ന് പറയാനായിട്ട് ചെല്ലാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവനാണെങ്കിൽ സിബ്ബാണ് ഔട്ടാവുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കേട്ടിട്ട് ക്ലുവയ്ക്കും വാനൊക്കെ സങ്കടമാകുന്നുണ്ട്. സിബും എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി, ഞാനത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഡിഷ് അങ്ങനെ ആയിപ്പോയത്, എന്നോട് ക്ഷമിക്കണം ഷെഫ് എന്നിങ്ങനെ പറയാണ്. ആ സമയം ഓബ് അങ്ങനെയൊന്നുമല്ല, നീ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഷെഫാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമാണ്, നിനക്കിപ്പോൾ ഇതിൽ തോറ്റെന്നിരിക്കാം, പക്ഷേ എനിക്ക് ഉറപ്പാണ് നീ ഒരു ദിവസം ഇതിൽ ജയിച്ചിട്ട് നീ നല്ല കഴിവുള്ള പ്ലാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിബ്ബാണെങ്കിൽ നിങ്ങൾ ശരിക്കും എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തതാണോ, താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വാനും ക്ലുവയും കൂടെ റൂമിൽ ഇരിക്കുന്നതാണ്. ആ സമയം വാനാണെങ്കിൽ സിബ് ഔട്ടാവാൻ പാടില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഔട്ടാകാൻ പോകുന്നതെന്ന്, അവൻ ഔട്ടാവാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ ഇരുന്ന് പറയാണ്. ആ സമയം ക്ലുവയാണെങ്കിൽ നീ രക്ഷപ്പെടും, കാരണം നിനക്ക് ആ ഒരു ലക്കുണ്ട്, പിന്നെ ഓബ് നിന്നെ
ജയിപ്പിച്ച് വിടാനുള്ള വേറെ കാരണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് സത്യം പറ നീ ഓവും തമ്മിൽ എന്താ ബന്ധം, പിന്നെ അന്ന് റൈഡ് ഇരുന്നിട്ട് ഞാനാണെങ്കിൽ എനിക്കിതിന് ഇഷ്ടമാണെന്നാണ് പറയാൻ വന്നതെന്ന് നിനക്കറിയാൻ ആയിരുന്നില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വാനിനെ കയറി ഹഗ് ചെയ്യാണ്. ആ സമയം വാനാണെങ്കിൽ എന്ത് മറുപടി പറഞ്ഞോന്ന് അറിയത്തില്ല. ഇതേ സമയം അവനാണെങ്കിൽ നീ പതുക്കിയാലും യെസ് പറഞ്ഞാൽ മതി, പക്ഷേ എനിക്കറിയാം നീയാണ് എനിക്കുള്ള ആൾ, ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കാനായിട്ട്, പ്ലീസ് സമ്മതിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഇവനെ റിജക്റ്റ് ചെയ്യാനൊരു വിഷമമുണ്ട്, കാരണം ഇവൻ പാവമാണല്ലോ. ആ സമയം വാനാണെങ്കിൽ എടാ സോറി ബട്ട് ഞാൻ ഓൾറെഡി തന്നെ ഓബിന് വാക്ക് കൊടുത്തു, ഞാൻ ഓബിൻ്റേതാണെന്ന്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാണ്. ആ സമയം ക്ലൂവയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്, അവൻ കരയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വാൻ രാത്രിയാണെങ്കിൽ നിന്ന് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സമയം അവനാണെങ്കിൽ വേറെ എന്തോ ചിന്തയിലായിരുന്നു. ആ സമയമാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ ജേജേനെ മീറ്റ് ചെയ്യാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ജേജേൻ്റെ അടുത്ത് ഞാനും ഓബും ഇപ്പോൾ ഡേറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. ആ സമയം ചേച്ചി നീ എന്തുവാടാ പറയുന്നത്, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്, നീ എന്തായി ചെയ്യുന്നത്, നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ, മിക്കവാറും നീ തോറ്റ് കഴിഞ്ഞാൽ പണിയാവുമല്ലോ എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ അതുകൊണ്ട് തന്നെ തോറ്റ് കഴിഞ്ഞാൽ എന്തായാലും മെത്താസിന് പൈസ തിരിച്ചു കൊടുക്കണം, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടവും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഓബിന് ഡേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് ജെ വാനിൻ്റെ അടുത്ത് അപ്പോൾ നീ മെത്താസിൻ്റെ ആളാണെന്നുള്ള കാര്യം ഓബിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു, ഓബ് അതിന് നിൻ്റെ അടുത്ത് ക്ഷമിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതുപോലെ വാനിന് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രസൻറ്റിലേക്ക് വന്നപ്പം അതെങ്ങനെ പറയും, അതിന് എന്താവും എന്നുള്ള രീതിയിൽ അവന് ടെൻഷനായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓബാണെങ്കിൽ പുറകെ വന്ന് അവനെ ഹഗ് ചെയ്യാണ്. ആ സമയം പെട്ടെന്ന് വാനാണെങ്കിൽ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഓബിനെ നോക്കിയിട്ട് നിങ്ങളായിരുന്നോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ പാത്രം ഉണ്ടായിരുന്നത് നന്നായി, പാത്രം ഇല്ലായിരുന്നെങ്കിൽ പേടിച്ചിട്ട് അടുത്തിരുന്ന കത്തിയെടുത്ത് ഞാൻ കുത്തിയേനെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് അപ്പോൾ അത്രയ്ക്കൊന്നും വേണ്ട, അല്ല നീ ഇവിടെ ഒറ്റയ്ക്ക് എന്തിനാ പാത്രം കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ വാൻ അതൊന്നുമില്ല, ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് ഞാൻ ടെൻഷനാവുമായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഓബാണെങ്കിൽ എന്താ അടുത്ത കോമ്പറ്റീഷനെ കുറിച്ചാണ് ആലോചിച്ചെന്ന് ചോദിച്ചപ്പോൾ അതുണ്ട്, പിന്നെ അതുമാത്രമല്ല ക്ലുവേനെയും കുറിച്ച് ആലോചിച്ചു, ഞാനും ക്ലുവെ ഓപ്പണായിട്ട് സംസാരിച്ചു, ഞാനവനെ റിജക്റ്റ് ചെയ്തു, എനിക്കൊന്നും അവന് വിഷമമായിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയാണ്. ആ സമയം ഓബാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് വിഷമമായിട്ടുണ്ട്, അതുകൊണ്ടല്ല അവൻ ഇപ്പോഴും എൻ്റെ അടുത്തും കൂടെ ദേഷ്യം കാണിക്കുന്നതെന്ന് പറയാണ്. അതിനുശേഷം ഓബാണെങ്കിൽ പക്ഷേ നീ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട, വാ ഇതിൻ്റെ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് നിനക്ക് ഞാൻ ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി തരാൻ തുടങ്ങിയിട്ട് അവൻ്റെ കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയം കഴിച്ചു നോക്കിയിട്ട് വാനിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പൊന്നി സൂപ്പർ ടേസ്റ്റ് ആയത് ഉണ്ടാക്കാനായിട്ട് എന്നെ കൂടെ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓബ് അതിനെന്താ പഠിപ്പിക്കാമല്ലോ, പക്ഷേ പഠിപ്പിക്കുമ്പോൾ കരയരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നപ്പോൾ കരങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവരുദ്ദേശിക്കുന്ന പഠിപ്പിക്കൽ വേറെയാണ്. അങ്ങനെ അത്രയും പറഞ്ഞിട്ട് ഓബാണെങ്കിൽ വാനിനെ കിസ് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഓബ് വാനിൻ്റെ അടുത്തും ക്ലുവേയുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. അവരടുത്ത് അവസാനം നടത്താൻ പോകുന്നത് ഒരു ചലഞ്ചല്ല, നിങ്ങൾ ജസ്റ്റ് കുക്കിംഗ് ആയിട്ട് കണക്കാക്കിയാൽ മതി, നിങ്ങൾക്ക് ബേസിലിൻ്റെ എന്ത് ഫുഡും ഉണ്ടാക്കാം, ഞാൻ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ ഫുഡിൻ്റെ ടേസ്റ്റ് അനുസരിച്ചായിരിക്കും, അയാളായിരിക്കും ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇനിയുള്ള ഓണർ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറയാണ്. ആ സമയം വാനാണെങ്കിൽ ടേസ്റ്റ് വെച്ചിട്ടാണ് വിന്നറിനെ എടുക്കാൻ പോവുകയാണെങ്കിൽ ക്ലുവേനെ ഇപ്പം തന്നെ വിന്നറാക്കിക്കോ, ഞാൻ തോറ്റു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനെ കളിച്ച് ചിരിച്ചത് പറയുന്ന കേട്ടിട്ട് ക്ലുവയ്ക്കും ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ദേഷ്യത്തിലാണ്. വാൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഓബ് അവനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ആ സമയം വാൻ വാടച്ച് മിണ്ടാതിക്കാണ്. എന്നിട്ട് ഓബാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ 3 പേരേ ഉള്ളൂ, നമ്മൾ 3 പേരെയും കൊണ്ട് റെസ്റ്റോറൻറ്റ് ഒരു ദിവസം നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് ഈ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, ലാസ്റ്റ് ചലഞ്ചിൻ്റെ കുറിച്ച് പ്ലാനിങ്ങും ചെയ്യാമെന്ന് പറയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഒരാൾ കയറി വരുന്നുണ്ട്, ആരുമല്ല മെത്താസാണ്. മെത്താസിനെ കണ്ടപ്പോൾ വാനിന് ടെൻഷനാവുണ്ട്, ദൈവമേ മെത്താസാറ്റെ ഞാൻ അവൻ്റെ ആളാണ് സത്യം തുറന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓബിന് ദേഷ്യമാവുന്നുണ്ട്. എന്നിട്ട് ഓബാണെങ്കിൽ താൻ എന്തിനാണ് ഇവിടെ കയറി വന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് വാനും അങ്ങോട്ട് ചെന്നിട്ട് സാർ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്, ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കാതെ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഓബാണെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിച്ചിട്ട് അടിക്കാനായിട്ട് പോവാണ്. ആ സമയം വാനാണെങ്കിൽ ഓബിനെ തടയുന്നുണ്ട്. ആ സമയം മെത്താസ് ഒരു ഓണർ കസ്റ്റമേഴ്സിനെ ഇങ്ങനെയാണോ ഗ്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഓബ് ആർക്കൊക്കെയാണോ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് അവർക്ക് ഞാൻ കൊടുക്കും, നിന്നെപ്പോലുള്ളവർക്ക് തരത്തില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറയാണ്. ആ സമയം ഉടനെ മെത്താസാണെങ്കിൽ നീ എന്തായാലും റെസ്റ്റോറൻറ്റ് കൊടുക്കാനായിട്ട് പോവല്ലേ, നിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് ഇതിലായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമല്ല, അതുകൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് വന്നതാ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിൻ്റെ മാസ്റ്ററിനെ പോലെ റെസ്റ്റോറൻറ്റ് ഇല്ലാതെ എല്ലാം പൂട്ടിപ്പൊളിങ്ങി ഒരുത്തനായി നീയും മാറുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് ഓബിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഓബാണെങ്കിൽ ഷൗട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. ആ സമയം കളിയാക്കി ചിരിച്ചുകൊണ്ട് മെത്താസ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് വാനാണെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ ചെന്ന് നിന്നിട്ട് ജേജനെ വിളിച്ചിട്ട് എടാ മെത്താസ് ആരാന്ന് അവൻ്റെ വിചാരം, ഞാൻ ഇത് ലാസ്റ്റ് വരെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ജയിക്കുമെന്ന് അയാളങ്ങ് ഉറപ്പിച്ചോ, അയാൾ എന്തിനാ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേന്ന് ചോദിക്കുകയാണ്. ആ സമയം ജേജെ എന്താ മെത്താസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു, എന്നിട്ട് നീ അയാളുടെ ആളാണ് സത്യം തുറന്നു പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇല്ല
ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് തിരിച്ച് വാൻ പറയുന്നുണ്ട്. ആ സമയം ചേച്ചി ഈ മെത്താസിന് ഇതെന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വാനാണെങ്കിൽ എനിക്കറിയാൻ പാടില്ല, ഞാനിപ്പോൾ പെട്ടേനെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി നിന്നോട് ഞാൻ ആദ്യമേ ആ ഓബുമായിട്ട് സെറ്റാകുവാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞതല്ലേ, നീ ഇപ്പം കിടന്ന് വിഷമിക്കുന്നുണ്ടോ പേടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് ജേജ് മെത്താസ് വരുന്ന കണ്ടുകൊണ്ട് തന്നെ മിണ്ടാതിക്കാണ്. ആ സമയം വാൻ കോളിൽ കൂടെ ഹലോ ഹലോ കേൾക്കാവുന്ന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജേജ് മിണ്ടാത്തതുകൊണ്ട് തന്നെ വാൻ കോള് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം ക്ലുവേനെ കാണിക്കുമ്പോൾ നമ്മുടെ വാൻ സംസാരിക്കുന്നതെല്ലാം ക്ലുവ കണ്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ജേജേനെ കാണിക്കുമ്പോൾ മെത്താസ് ആണെങ്കിൽ ജേജയുടെ അടുത്തേക്ക് വരാണ്. മെത്താസിൻ്റെ കാല് ഇതുവരെ ശരിയായിട്ടില്ല, പക്ഷെ അവൻ വീട്ടിൽ ഇരിക്കാതെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേക്കാണ്. അങ്ങനെ ജേജ് ഇത് കണ്ടിട്ട് നീ സ്വന്തമായിട്ട് പുറത്തോട്ട് ഇറങ്ങുമെന്ന് വെച്ചപ്പോൾ ജേജ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അവന് നിന്നെയും കാണാൻ വന്നതാ, നീ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേ വേണ്ടാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മെത്താസ് വീട്ടിലുള്ളപ്പോൾ ജേജ് ആണെങ്കിൽ അവൻ്റെ ഫിസിക്കൽ തെറാപ്പി ചെയ്യാനായിട്ട് വന്നതാണ്. മെത്താസ് ആ സമയം ജേജയുടെ അടുത്ത് വാ നമുക്ക് ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകാന്ന് പറയാണ്. ആ സമയം ജേജ എന്താ സിനിമയോ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചപ്പോൾ മെത്താസ് ആണെങ്കിൽ നിനക്ക് ഹൊറർ മൂവീസ് ഇഷ്ടമല്ലേ, ഞാൻ വേറെ ഹൊറർ മൂവിയുടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ജേജെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തിയേറ്റർ മൊത്തത്തിൽ ഒരു ദിവസത്തേക്ക് റെൻ്റ് എടുത്തോന്ന് ചോദിച്ചതാണ്. ആ സമയം അങ്ങനെയും ചെയ്തിട്ടില്ല, ഞാനാകെ ആ ഒരു സിനിമയുടെ എല്ലാ ഷോർട്ട് ടൈംസിൻ്റെയും ഓരോരോ ടിക്കറ്റ് വാങ്ങിച്ചിട്ട്, അപ്പം നീ എപ്പോഴാണ് ഫ്രീ നമുക്ക് അപ്പോൾ പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി ഞാൻ തന്നെ അവിടെ വരുന്നില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയത്ത് എങ്കിൽ നാളെ പോകും, ഞാൻ നാളത്തേക്കുള്ള ടിക്കറ്റ് വാങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞു, ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളെന്താ ഒറ്റപ്പെട്ടോണ്ട് ചുമ്മാ എൻ്റെ പുറകെ വരാണോ, അതോ താൻ എൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണോ, അതോ തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. മെത്താസ് ആ സമയം നിനക്ക് ഇതിലായിട്ട് മനസ്സിലായില്ലേ, ഞാൻ നിൻ്റെ അടുത്ത് ഭയങ്കര സീരിയസ് ആണ്, ഞാനിത് ചുമ്മാ കളിച്ച് കിടക്കുന്നതെന്നല്ല, കാര്യമായിട്ട് പറയുന്നത്, എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി അങ്ങനെയാണോ, പക്ഷേ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം മെത്താസ് ഞാൻ നിന്നെ മനസ്സിലാക്കാനായിട്ടും പ്രൂവ് ചെയ്യാനായിട്ടും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാണ്. ആ സമയം ചേച്ചി പ്രൂവ് ചെയ്യണമെങ്കിൽ ഷെഫ് ഓബിൻ്റെ സ്ഥലം വാങ്ങാതിരിക്കുക, ആ സ്ഥലം വാങ്ങണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞേക്കാൻ പറയുന്നുണ്ട്. അത് പറ്റുമെങ്കിൽ ഞാനാണെങ്കിൽ നീയോടെ റിലേഷൻഷിപ്പിലാവുന്ന കാര്യം ഉറപ്പായിട്ടും ആലോചിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് മെത്താസിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജേജി അവിടെ നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ ക്ലുവ ഓബിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെയായിട്ട് നേരത്തെ നമ്മുടെ വാൻ മെത്താസിനെ കുറിച്ച് ഫോണിൽ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ഓബാണെങ്കിൽ അവൻ അവിടെ ഇരിക്കുന്നിട്ട് എല്ലാ കാര്യവും ചോദിക്കുന്നുണ്ട്. ആ സമയം ക്ലുവ നേരെ ഓബിൻ്റെ അടുത്തേക്ക് എല്ലാമാണ്. അവിടെ നിന്ന് സീൻ കട്ടായി പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്, അവരുടെ ലാസ്റ്റ് കോമ്പറ്റീഷനാണ്. അങ്ങനെ ആദ്യം തന്നെ വാൻ അവിടെ കിച്ചണിൽ റെഡി നിൽപ്പുണ്ട്. അതിനുശേഷം ഓബ് വരാണ്. ഓബിന് മൊത്തം സന്തോഷം ഉണ്ടായിരുന്നില്ല. ആ സമയം വാൻ എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഓബാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ ഹാപ്പി അല്ലേ എന്ന് വെച്ചപ്പോൾ ഓബ് ഉറപ്പായിട്ട് ഇങ്ങനെ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇങ്ങോട്ടേക്ക് ക്ലുവയും വരുന്നുണ്ട്. അങ്ങനെ ക്ലുവയും വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഓബാണെങ്കിൽ പിന്നെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ വാനാണെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് അവനൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ക്ലുവയാണെങ്കിൽ എല്ലാം ആ ഒരു വീഡിയോയിലുള്ളത് ഓബിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓബിന് അങ്ങനെ വാനാണെങ്കിൽ മെത്താസിൻ്റെ ആളാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സമയത്ത് ക്ലുവയാണെങ്കിൽ ഓബിൻ്റെ അടുത്ത് നിങ്ങളെയും വാനിനെ എനിക്കിഷ്ടമാണ്, പക്ഷേ റെസ്റ്റോറൻറ്റിനെ ഞാൻ അതിനേക്കാളും സ്നേഹിക്കുന്നു, റെസ്റ്റോറൻറ്റ് മോശമായിട്ടുള്ള ഒരാളുടെ കയ്യിൽ പോകത്തില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവർ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബേസിലിൻ്റെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷ് ഇവർ കുക്ക് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. ആ സമയം നമ്മുടെ വാൻ പ്രസൻറ്റ് ചെയ്ത ഡിഷ് എന്ന് പറയുമ്പോൾ പോർക്ക് വെച്ചിട്ട് ബേസിലിൻ്റെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയായിരുന്നു. അങ്ങനെ ആ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പേ അടുത്ത് ക്ലുവേരെ ഫുഡ് നോക്കുകയാണ്. ക്ലുവ അപ്പോൾ അവൻ്റെ ഫുഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബേസിൽ വിത്ത് ലോങ് ബീൻസ് ആയിരുന്നു. ലോങ് ബീൻസ് നമ്മുടെ കാവയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓബ് കുക്ക് ചെയ്തിട്ടുമില്ല, ഈ റെസ്റ്റോറൻറ്റിൽ അതുണ്ടാക്കിയിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ക്ലുവ അതുണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ക്ലുവയുടെ മനസ്സിൽ വാൻ ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. മെത്താസിൻ്റെ കയ്യിൽ അത് പോയില്ലെങ്കിലും വാൻ ജയിക്കണമെന്നും വാനും ഓബും ഒരുമിച്ചുണ്ടാകണമെന്നും അവന് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഓബിന് ഉറപ്പായിട്ടും ലോങ് ബീൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദേഷ്യം വരുമെന്നറിഞ്ഞിട്ടും അവനതുണ്ടാക്കിയത്. അങ്ങനെ ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അവനാണെങ്കിൽ ഓബിനെ ഭയങ്കര ധൈര്യത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ലോങ് ബീൻസാണ് ഉണ്ടാക്കിയെന്നപ്പോൾ ഓബാണെങ്കിലും ഷോക്കായിട്ട് ഇവനെ നോക്കുന്നുണ്ട്. വാനും ക്ലുവേനെ ഷോക്കായി നോക്കുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് ഇതിവിടെ എൻഡ് ആവുകയാണ്. ഇനി അടുത്ത് വരാൻ പോകുന്നത് ഫൈനൽ എപ്പിസോഡാണ്. പലതും സംഭവിക്കും. മിക്കവാറും ഫൈനൽ എപ്പിസോഡിലായിരിക്കും നമുക്ക് സാഡായിട്ടുള്ള സീനൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ എപ്പിസോഡ്സൊക്കെ ഇടുന്ന പോലെ തന്നെ പെട്ടെന്ന് ഇടാനായിട്ട് ശ്രമിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുവരുന്നത്. ബൈ.